CJP ഫൗണ്ടർ അഭിജിത്ത് ദീപ്കെ സ്കൂൾ സന്ദർശിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങൾ കരുതി വെറും പ്ലേറ്റുകൾ മാത്രമായിരിക്കും വാടക കൊടുത്തിട്ടുണ്ടാവുക എന്ന്. പക്ഷേ BJP സർക്കാരും സ്കൂൾ അതോറിറ്റിയും ചേർന്നിട്ട് ഇതിനേക്കാളും വലിയ ഉടായ്പാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണെന്നല്ലേ, നമുക്ക് ഒന്നൊന്നായി നോക്കാം. ആദ്യം തന്നെ ഒരു വീഡിയോ കാണാം. सरकारी स्कूल में इतनी चमकती हुई प्लेट कब से मिलने लग गई? तो मुझे बताया गया कि ये प्लेट आज ही लाई गई है क्योंकि इनको पता था विजिट होने वाली है। लेकिन मैं खुश था कि कोई बात नहीं, विजिट की वजह से अच्छी प्लेट तो मिल गई। लेकिन अभी अभी मुझे पता चला ये जो बच्चे हैं वो बच्चे स्कूल के है ही नहीं, वो बच्चे दूसरे स्कूल से लाए गए और उनको यहाँ पर पिछले 1 घंटे से बिठाकर खाना खिलाया जा रहा है कि जब तक विजिट खत्म नहीं होती, जब तक मीडिया वाले यहाँ से चले नहीं जाते, आप यहीं पर खाना खाते हुए बैठो। और ये बच्चे किसी और स्कूल के, उनको जबरदस्ती यहाँ पर बिठाया गया है। बिठा रहे या नहीं बिठा रहे? बाहर वाले बताओ। ये दूसरे स्कूल के बच्चे, ये इस सरकारी स्कूल के बच्चे नहीं है। കേട്ടില്ലേ അഭിജിത്ത് പറയുന്നത്? അഭിജിത്ത് ആദ്യം തന്നെ കാണിച്ചു തരുന്നത് ഒരു പ്ലേറ്റ് ആണ്, അതായത് പുതിയൊരു പ്ലേറ്റ്. അതായത് ഇവരിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവർ വാങ്ങിച്ചു വെച്ച പ്ലേറ്റ്, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തിട്ടുള്ള പ്ലേറ്റ്. വാടകയ്ക്ക് എന്ന് പറയാനുള്ള കാരണങ്ങളുണ്ട്. കാരണം അഭിജിത്ത് അതിന് ശേഷം ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടികൾ, ഇവിടെ കാണുന്ന കുട്ടികൾ ഈ സ്കൂളിലെ കുട്ടികളല്ല എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാൻ, എന്നാൽ നിങ്ങൾക്ക് വ്യക്തമാവും. കാരണം അതിൽ കൃത്യമായ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഇവിടുത്തെ കുട്ടികളല്ല എന്ന്. ये देखिए, ये कल शाम को JCB आई थी। हमें पता है ये लोग क्या करते हैं। इतने दिन ध्यान दिया कि इन्होंने लाइट भी था स्कूल में, ये सारा इन्होंने गली का है ना। ये जो प्लेट देख रहा हूँ ये भी आज ही आएगा ना। बच्चे भी दूसरा स्कूल के हैं, ये स्कूल कौन सा स्कूल क्यों? पीपल, आप स्कूल के नहीं हो? लेकर या शाळेची नाही आहे. पहिल्यांदा बघतोय मैं, मेरी जिंदगी में पहली बार देख रहा हूँ. एक मिनट चोरी पकड़ल्या गेलेली है. बाहर दूसरे स्कूल के बच्चे लाए गए यहाँ पर खाना खिलाने के लिए मीडिया के सामने. एक सेकंड, आप बोलिए. കേട്ടില്ലേ? അഭിജിത്ത് ആദ്യം തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രഷർ, അതായത് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ മാത്രമാണ് ഗവൺമെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ JCBന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുള്ള കാര്യം കാണിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ പുറത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, JCB ഒക്കെ കൊണ്ടുവന്നിട്ട് ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ആദ്യം സംസാരിച്ചത്. എന്നാൽ അതിനുശേഷം അവിടുന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു ആ കുട്ടികൾ ഈ സ്കൂളിലുള്ള കുട്ടികളല്ല എന്ന്. കുട്ടികളോട് ചോദിച്ചു തരാം, അവരും സമ്മതിച്ചു. ഇനി ഇപ്പറയുള്ള ടീച്ചറാണോ അല്ല ആരാണെന്നറിയില്ല, അവരോടും ചോദിച്ചു. ഒപ്പം ഇരുന്ന ആ ഒരു സ്ത്രീയോട്, അവരും പറഞ്ഞു ഇവിടുത്തെ കുട്ടികളല്ല എന്ന്. അതായത് ഇവർ പറയുന്നത്, അവിടുത്തെ ജനങ്ങൾ പറയുന്നത് പ്രൈവറ്റ് സ്കൂളിൽ നിന്നും, അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ്. കുട്ടികളോട് ചോദിച്ചു തരാം, അവരും പറഞ്ഞു ഞങ്ങൾ ഈ സ്കൂളിലുള്ള ആളുകളല്ല എന്ന്. ഇവിടെ ഇപ്പോൾ IT സെല്ല്, BJP IT സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിജിത്ത് തല താഴ്ത്തി നിൽക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മ്യൂട്ട് ചെയ്തു ഒരു സോങ് ഒക്കെ ഇട്ടിട്ട് പോസ്റ്റ് ഇട്ടിട്ടാവുള്ള. എന്താണെന്ന് അറിയാമോ? അഭിജിത്ത് നാണം കിട്ടും. സ്കൂളിൽ മറ്റു സ്കൂളിലെ കുട്ടികളെ കൂട്ടിയിട്ട് പോയിട്ട് ഒരു ക്യാമ്പയിൻ, ഒരു സ്റ്റണ്ട് നടത്താൻ നോക്കിയതാണ്. പക്ഷേ പാളിപ്പോയി എന്ന്. യഥാർത്ഥത്തിൽ പാളിപ്പോയിട്ടുള്ളത് BJP സർക്കാരിനും ആ സ്കൂൾ അതോറിറ്റിക്കുമാണ്. അതായത് ഏതോ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്നും കുട്ടികളെ ഇവിടെ കൊണ്ടുവരിക. അതെന്തിനാണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ അഭിജിത്ത് അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതായത് ആ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കും കുട്ടികളോട്. അപ്പോൾ അവർ മറുപടി പറയണ്ടേ? ആ സ്കൂളിലെ കുട്ടികൾ മറുപടി പറയില്ല എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആരാവട്ടെ അവർക്ക് കൃത്യമായി അറിയാം. കാരണം അവരെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താലല്ലേ ഈ കുട്ടികൾ സംസാരിക്കൂ, ഉത്തരം പറയുകയുള്ളൂ. അത് പറയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, കാരണം അവർ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ട് അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ നിന്നും കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ചു കൊടുത്തു. പക്ഷേ പാളിപ്പോയി. അതുപോലെ ഇവിടെ BJP ഗവൺമെന്റിനെ കുറ്റം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ. ഒരു
സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മറ്റൊരു സ്കൂളിൽ പോയിട്ട് ഒരു 4-5 കുട്ടികളെ തൽക്കാലം തരുമോ, ഒരു 2 മണിക്കൂറേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുമോ? 90% കൊടുക്കില്ല. അതേസമയം ഒരു പൊളിറ്റീഷ്യൻ, ഒരു MLA അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റി ഉള്ള ഒരാൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. കാരണം പേടിച്ചിട്ട്, പൊളിറ്റിക്സ്, രാഷ്ട്രീയം, അതിനെ ഭയന്നിട്ട് കൊടുക്കും. അപ്പോൾ അതായിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. എന്നിട്ട് ആ കുട്ടികളെ വെച്ചിട്ട് ഇവിടെ നാടകം കളിക്കുന്നത് ആരാണ്? എന്താണല്ലേ? ഒരു വീഡിയോ കൊടുക്കണം. बैग कहाँ पर है बाकी लोगों की? हाँ, ये तो स्कूल तो है ना तुम्हारे स्कूल में, ये तुम्हारा स्कूल नहीं है। शाळेचं नाव काय? स्कूल कौन सा है? मराठी हाँ, सोफिया मस्जिद के पास है। उधर क्या स्कूल है? उधर के स्कूल के बच्चे लाए? आप स्कूल के नहीं हो तो आपको यहाँ पर लाया कौन? बोलो बोलो, नाम बोलो, डरो मत। कौन लाया? बोलो, चॉकलेट चाहिए ना सबको? ആ കുട്ടികളും ഇവിടെയും മാറ്റമൊന്നുമില്ല. ആ കുട്ടികളും മറ്റൊരു സ്കൂളിലുള്ള കുട്ടികളാണ്. അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിലൊക്കെയുള്ള കുട്ടികളെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അവിടുത്തെ കുട്ടികളാണ് എന്ന് വ്യാജേന അവിടെ ഇരുത്തുന്നു. കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ സത്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു. ഇതുപോലെ മറ്റൊരു സ്കൂളിലേക്ക് അഭിജിത്ത് പോയപ്പോൾ അവിടെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഫ്രഷ്ലി പെയിന്റഡ് ആണ്. അത് എന്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അതും ഇതേപോലെ തന്നെയാണ്. ഇത് പോകുന്ന അറിഞ്ഞതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ഒപ്പിക്കൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അഭിജിത്തിനെ നാണം കെടുത്താൻ നോക്കിയതാണ്. IT സെല്ല്, BJPന്റെ IT സെല്ല് അത് പരമാവധി യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നാറിയിട്ടുള്ളത് അവർ തന്നെയാണ്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. മറ്റുള്ള സ്കൂളിലെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. ആ സ്കൂളിലെ കുട്ടികളാണെന്ന് വ്യാജേന അവിടെ ഇരുത്തി. അതും പൊളിഞ്ഞു. എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഇവിടുത്തെ ഒക്കെ സ്കൂളിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് അവർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കലാണ്. കാരണം അവർക്കറിയാം ഇത് അത്രയും പ്രശ്നമുള്ള സിറ്റുവേഷൻ ആണ്. അതായത് നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷനെയാണ് അവർ ഇതുപോലെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. प्रिंसिपल जी देखिए प्रिंसिपल, आप प्रिंसिपल हैं, देखिए आप नहीं बात कर लीजिए ना आप को। मेरे डिपार्टमेंट मना करा हुआ मेरे को। अच्छा जी, सर वीडियो अलाउड नहीं है यहाँ पे मुझे बताया गया कि चीफ मिनिस्टर रेखा गुप्ता भी आई, होम मिनिस्टर अमित शाह भी आए, लेकिन तब भी यहाँ पे कुछ सुधार नहीं हुआ। ऐसा क्यों होता है? ऐसे सरकार को सोचना चाहिए। पीने का पानी प्यास लगी है, मैं पी के दिखा रहा हूँ। अरे पानी नहीं आ रही है। पानी नहीं है, बताइए। पीने के पानी हवा पियेंगे हम लोग। लगाएंगे। पूरा यहाँ पे गंदगी बना हुआ है पूरा यहाँ पे। आज जिस स्कूल में हम लोग जा रहे हैं, गवर्नमेंट स्कूल में, वहाँ का एंट्री देखिए कैसे बच्चों को रोज स्वागत किया जाता है। तो ये सारा टिन लगा हुआ है यहाँ पे, पक्का रूफ ही नहीं है यहाँ पे। हमें पता चला कि यहाँ पे ना ही कोई सेफ्टी सिक्योरिटी का कोई मेजर है। यहाँ पे भी टिन का रूफ लगा हुआ है। इतने साल बाद टिन का रूफ, बच्चे बेहोश हो जाते गर्मियों के टाइम पे। अब आशीष सूद जी जो है, क्या वो अपने बच्चों को इस स्कूल में भेजेंगे? ऐसे नज़ारों में उनको भेजेंगे? अगर नहीं भेजेंगे तो वो क्या कर रहे हैं इसको सुधारने के लिए? लड़की कहती है पापा इस स्कूल में नहीं आऊंगी, बारिश में भीग जाती हूँ, पानी आता है, पानी नहीं आता। बाथरूम भी नहीं जा सकती है। हाँ, गंदगी देखना कितनी है इसके अंदर। बच्चों लेटरिन बाथरूम यहाँ का साफ रहता है, गंदा रहता है? കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ? പ്രിൻസിപ്പളിനോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൽ മിണ്ടാതെ പോയി. രണ്ടാമത്തേത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതായത് ഹൈലി നോട്ടബിൾ പ്രൊമിനന്റ് ഫിഗേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഏരിയയിൽ. അതായത് രേഖ ഗുപ്ത, അതുപോലെ അമിത്ഷാ ഒക്കെ. പക്ഷെ ആ ഒരു സ്ഥലത്തിന്റെ, ആ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടില്ലേ? അതുപോലെ വെള്ളം, കുടിവെള്ളം വരുന്നില്ല. രണ്ടാമത്തത് ഗാർബേജ് ആൻഡ് സാനിറ്റേഷൻ, അതായത് സ്കൂളിന്റെ സറൗണ്ടിങ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്, പരിസര പ്രദേശം. അവിടുത്തെ അവസ്ഥ കണ്ടില്ലേ എന്താണ്? അതൊരു സ്കൂളായിട്ട് കാണാൻ പറ്റുമോ? ഫുള്ള് ചളിയും അതുപോലെ വെള്ളം കെട്ടി നിൽക്കലും പിന്നെ കച്ചറയും എന്താണ് അവിടെ ഉള്ളത്? അതൊരു കോർപ്പറേഷന്റെ വേസ്റ്റ് വരുന്ന സ്ഥലം പോലെയല്ല ഉള്ളത്. എന്താണല്ലേ? അതുപോലെ ടോയ്ലറ്റിന്റെ അവസ്ഥയാണെങ്കിൽ ബാഡ് സ്മെൽ, അതുപോലെ പൊട്ടിപ്പോളുന്നതുണ്ട്, അങ്ങനെയൊക്കെ. ക്ലാസ് റൂം ആണെങ്കിൽ അൺസേഫ് ആണ്. അങ്ങനെ
ഓരോ കാര്യങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് അഭിജിത്തിനെ ഇതുപോലെ എന്തിനാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഭയന്നിട്ടുള്ളത് അഭിജിത്തിനെയല്ല, CJP കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ആ ഭയത്തിലാണ് ഒരു മന്ത്രി രാജിവെച്ചത് അല്ലെങ്കിൽ വെപ്പിച്ചത്. രണ്ടാമത്തേത്, ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു പറഞ്ഞപ്പോൾ പല സ്കൂളുകളിലും ഇപ്പോൾ അതായത് ഓഗസ്റ്റ് 10-ാം തീയതിക്ക് ശേഷം പല വർക്കിങ്സും ക്ലീനിങ് നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, പുതിയ പ്ലേറ്റ് വാങ്ങിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ കുറെ, ഞാൻ പറഞ്ഞ ഒരു സ്കൂളിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതായത് ടോയ്ലറ്റ്സിൽ, സ്കൂളിലല്ല സ്കൂൾ ടോയ്ലറ്റിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ CJPയെ ഭയന്നുകൊണ്ടാണ്. കാരണം ഇവന്മാര് വന്ന് ഇതൊക്കെ പബ്ലിക്ലി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കും എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. ഞാനിവിടെ പറയുന്നത് ഇതൊരു സർക്കാരല്ല, അതായത് BJP മാത്രമല്ല, ഏത് ഗവൺമെന്റും ആവട്ടെ, ഏത് പാർട്ടി ഗവൺമെന്റും ആവട്ടെ, ഇവർ എല്ലാ സ്കൂളിലേക്കും പോയിട്ട് എന്ത് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാ സ്കൂളും, കാരണം നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനാണ് ഇതുപോലെ സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്കൂളിലേക്കും പോയി ഇതുപോലെ കാണിച്ച് അവിടെയൊക്കെ ആ സ്കൂളിന്റെ ഒക്കെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എങ്കിലും ഒന്ന് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിപ്പോൾ ഭയന്നിട്ടാണെങ്കിലും സർക്കാർ അതോറിറ്റി അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അഭിജിത്ത് പറഞ്ഞതുപോലെ പ്രഷർ ചെയ്തു കഴിഞ്ഞാൽ ആ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഷർ ചെയ്യണം, ആ ഭയം വരണം. ആ ഭയത്തിന്റെ പേരാണ് ഇപ്പോൾ CJP കോക്രോച്ച് ജനതാ പാർട്ടി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.